ഇന്ന് സൺഡേ ആണ്. ഇവിടെയൊക്കെ ലോക്ക്ഡൗൺ ആണ്. നമുക്ക് എങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല. കാരണം ഇന്ന് ഒരു അഡോപ്ഷൻ വീഡിയോക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പിനെ ഒന്ന് കുളിപ്പിക്കണം. അത് വേറെ ഒന്നും ഉണ്ടല്ല, കുഞ്ഞാപ്പിൻ്റെ ഹെയറിൻ്റെ വാലിൻ്റെ ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഹെയർ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഫംഗലിൻ്റെ തുടക്കമാവാം. അപ്പം കാണിക്കാൻ കുഞ്ഞാപ്പി സമ്മതിക്കില്ല കേട്ടോ. അതാ കണ്ടോ, ഇവിടെ കണ്ടോ, കാണുന്നുണ്ട് എല്ലാവരും. വാലിൻ്റെ ഒരു അറ്റത്ത് ചെറുതായിട്ടൊന്ന് രോമം കൊഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കുഞ്ഞാപ്പിനൊന്ന് കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ അഡോപ്ഷൻ വീഡിയോ ഡെയിലി രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലൈവായിട്ട് അഡോപ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട്, കണ്ണൂർ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, കണ്ണൂർ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും സ്ഥലത്തെ അഡോപ്ഷൻ കിറ്റൻസ്, പപ്പീസ് ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെയും അഡോപ്ഷൻ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അത് നാളെ അപ്ലോഡ് ചെയ്യാം. നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും ഇങ്ങനെ ഷോർട്ട് വീഡിയോ രാവിലെ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ഏരിയയിൽ എവിടെയാണോ ഉള്ളത് ആവശ്യക്കാരെന്ത് ചെയ്യുക, അവിടെ പോയിട്ട് എടുത്തു കൊണ്ടുപോയിക്കോളാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞാപ്പീനെ നമുക്കൊന്ന് കുളിപ്പിക്കണം. അപ്പോൾ ഒരു പൂച്ചനെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഇത് കുളിപ്പിക്കുന്ന വേറെ ആരെയല്ല, നമ്മൾ കുഞ്ഞാപ്പീനെയാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് അതിൽ കാണാം. അപ്പോൾ കുഞ്ഞാപ്പീനെ നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് കുത്തിരിപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞാപ്പിക്കുള്ള ആൻറ്റി ഫംഗൽ ഷാമ്പു ഇവിടെ ഉണ്ട്. പിന്നെ കുഞ്ഞാപ്പീനെ കുളിപ്പിക്കാനുള്ള വെള്ളമാണ് ഇതൊരു ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. വളരെ നേരിയ ചൂടുണ്ടാവും. കുഞ്ഞാപ്പിൻ്റെ ബെൽറ്റ് കഴിച്ചിട്ടുണ്ട്. മോനിയാണ് കുളിപ്പിക്കാൻ പോണത്. കുഞ്ഞാപ്പിൻ്റെ വാലിനിതാ ചെറിയ ഒരു രോമക്കൊഴിച്ചിലുണ്ട്. ചിലപ്പോൾ അത് ഫംഗലിൻ്റെ തുടക്കമായിരിക്കാം. അപ്പോൾ അതാണെങ്കിൽ ഈ ഒരു കുളിപ്പിക്കലോട് കൂടി തന്നെ അത് ക്ലിയർ ആയി പോയിക്കോളും. എന്നാൽ തുടങ്ങല്ലേ? ഓക്കെ, എന്നാൽ വെള്ളം ഒഴിക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് കുഞ്ഞാപ്പി കുളിക്കാൻ പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞാപ്പിൻ്റെ മേലേക്ക് വെള്ളം ഒഴിക്കാണ്. കുഞ്ഞാപ്പി തണുക്കുണ്ടോ? ചെറിയ ചൂടുള്ളതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. കുഞ്ഞാപ്പി വളരെ രാജകീയമായിട്ട് കുളിച്ചോണ്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പിനെ കുളിപ്പിക്കാൻ വരെ ആൾക്കാരാട്ടോ. നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് ഒരിക്കലും പൂച്ചകളുടെ ചെവിയിലേക്ക് വെള്ളമാകാൻ പാടില്ല. വെള്ളമായി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൂച്ചനെ കുളിപ്പിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഒരിക്കലും ചെവിയിലേക്ക് എന്താ വരുന്നത്, വെള്ളമാവരുത് കേട്ടോ. നിൽക്കണ, നമ്മൾ കുളിക്കാം. ഈ കൈമിൽ വയ്ക്കണോ? കുഞ്ഞാപ്പിൻ്റെ ബോഡിയിലൊക്കെ ഏകദേശം തല ഒഴികെ ബാക്കി എല്ലായിടത്തും വെള്ളമായിട്ടുണ്ട്. ഈ ചെവി ഇങ്ങനെ മോനിപ്പത് പിടിച്ച് കണ്ടില്ലേ, ചെവി അങ്ങനെ പിടിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. ഇനി വാലി, കുഞ്ഞാപ്പിൻ്റെ വാലിലേക്ക് വെള്ളം ഒഴിക്കാണ്. മറ്റേ കാലം ആണെങ്കിലേ ഏകദേശം കുഞ്ഞാപ്പിൻ്റെ ബോഡി മൊത്തം നനഞ്ഞിട്ടുണ്ട്. നമുക്ക് ഷാമ്പു അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ഷാമ്പു, ഹിമാലയൻ്റെ. ഇത് ഡോഗ്സിനും ക്യാറ്റിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷാമ്പു ആണ്. ഷാമ്പു ഞാൻ പിടിക്കാം. കുഞ്ഞാപ്പി ഏകദേശം നനഞ്ഞ് കുതിർന്നിങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞാപ്പിക്ക് ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല. നമുക്കിനി ഷാമ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ, ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ എത്ര നേരം പിടിക്കണം മോനെ? 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ് ഷാമ്പു തേച്ച് പിടിപ്പിക്കണമെന്നാണ് മോനി പറയുന്നത്. അങ്ങനെ ബോഡിയിൽ ഒരു കയ്യിലൊരിത്തിരി ഷാമ്പു നമ്മൾ എടുത്തിട്ട് ബോഡിയിൽ മൊത്തം തേച്ച് ഇങ്ങനെ പിടിപ്പിക്കാം. ഒരു കാല് ഞാൻ പിടിച്ചതാ. കാലിലൊക്കെ ചെറുതായിട്ട് കണ്ടോ, അവിടെയൊക്കെ ചെറുതായിട്ട് ചളിയുണ്ട്. കുഞ്ഞാപ്പി മണ്ണിൽ കിടന്നിങ്ങനെ മറിഞ്ഞ് കളിച്ചിട്ട് കുഞ്ഞാപ്പിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നെ അടങ്ങി നിൽക്ക് കുളിപ്പിക്കുകയാണ്. ഇങ്ങനെ ബോഡിയിൽ മൊത്തം, തലയിൽ മുഖത്തൊന്നും തേക്കേണ്ടതില്ല കേട്ടോ. പൂച്ചകളുടെ തലയിൽ ഒരിക്കലും വെള്ളം ഒഴിക്കാത്തതാണ് നല്ലത്. ഒഴിക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കലും നമ്മൾ ചെവിയിലാവാത്ത രീതിയിൽ വേണം ഒഴിക്കാൻ. ഇനിയിപ്പോൾ അതല്ല, വേണമെങ്കിൽ നമുക്ക് തുണി നനച്ച് വേണമെങ്കിൽ തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. തലഭാഗമൊക്കെ ചെവിയിൽ വെള്ളമാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പി നനഞ്ഞ് കഴിഞ്ഞ് പതച്ചിങ്ങോട്ട് വന്നപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട്. കുഞ്ഞാപ്പി സെറ്റല്ലേ? കുഞ്ഞാപ്പി ആകെ ഉണങ്ങിപ്പോയി. കുഞ്ഞാപ്പിക്ക് ഞങ്ങൾ നല്ല ന്യൂട്രിഷൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാപ്പി നല്ല ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്, നല്ല ഹെയർ ക്വാളിറ്റിയും ഒക്കെ വരാൻ വേണ്ടിയിട്ട്. സംഭവം നാടൻ പൂച്ചയാണെങ്കിൽ പോലും ഞങ്ങൾ നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുഞ്ഞാപ്പി നമ്മുടെ കോക്കാച്ചിയിൽ ഒരു താരമാണല്ലോ.
ഏകദേശം 5 മിനിറ്റ് നേരം നമ്മൾ ഈ സോപ്പ് അല്ലെങ്കിൽ ഈ ഷാമ്പു തേച്ച് പിടിപ്പിക്കണം. കുറച്ചൊരു വെള്ളം എടുക്കണം. വെള്ളം വേണോ? 5 മിനിറ്റ് ഇങ്ങനെ. ഓക്കെ, 5 മിനിറ്റ് കൈ പിടിച്ചിക്കണം. മോനി ഇതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. മോനി ഒരു ചെറിയ പൂച്ച ഡോക്ടർ തന്നെയാണ്. ഇങ്ങനെ വെക്കുക 5 മിനിറ്റ് നേരം. കൈ പിടിച്ചോ, ഞാൻ വെള്ളം എടുത്തോണ്ട് തരാം. 5 മിനിറ്റ് കൈ ഇട്ടോ. ഞാൻ ഈ ഷാമ്പൂല് കുളിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചൊന്ന് ഷാമ്പൂ ഒക്കെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചോ. ഇല്ല ഒന്നുമില്ല. കടിക്കണ്ട കേട്ടോ. കടിക്കല്ലേ. കഴിഞ്ഞു. ചെയ്യുന്നുള്ളതൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടാവും. ഇവിടെ ഇന്നലെയും മഴ ഉണ്ടായിരുന്നു, ഇന്നും മഴയുണ്ട്. രാവിലെ തന്നെ മഴയാണ്. ഞങ്ങൾ രാവിലെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കുഞ്ഞാപ്പി ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. മോനി ഇതിൻ്റെ മുഖമൊക്കെ കൈകൊണ്ട് നനച്ച് തുടയ്ക്കുന്നുണ്ട്. ചെവിയിൽ വെള്ളം ആവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബാക്കോട്ട് ഇരിക്കട്ടെ. വാവ്, കുഞ്ഞാപ്പി കുളി കഴിഞ്ഞ് നല്ല വൃത്തിയായി നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രയർ വെച്ച് ഉണക്കണം കേട്ടോ. കുഞ്ഞാപ്പി നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. കുഞ്ഞാപ്പിക്ക് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് തോന്നുന്നു. പിന്നെ ഇവിടെ മഴയുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ തണുപ്പ്. നമ്മൾ ഉപയോഗിച്ച ചൂടുവെള്ളമാണെങ്കിൽ പോലും കുഞ്ഞാപ്പിക്ക് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നമുക്കിനി തുടച്ചു കൊടുക്കാം. അത് ഇനി ഡ്രയർ വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കി കൊടുക്കാം കേട്ടോ. കുഞ്ഞാപ്പി നല്ല കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. നമുക്ക് കണ്ടോ, ഈ വൈറ്റ് കളറിന്റെ ഭാഗത്തൊക്കെ ജസ്റ്റ് ചെളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി ഇപ്പൊ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുണ്ട്. കുഞ്ഞാപ്പി നല്ല ഹാപ്പിയാണ്. നമ്മൾ ഡ്രയറൊക്കെ വെച്ച് ഉണക്കി നല്ല ഡ്രൈ ആക്കിയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞാപ്പിന്റെ ഈ വാലുമുള്ള ഫംഗലും കാര്യങ്ങളൊക്കെ ഇനി പോകും നമുക്ക് വിചാരിക്കാം. ആ രീതിയിലാണ് നമ്മൾ കുളിപ്പിച്ചത്. 5 മിനിറ്റ് നേരം ഷാമ്പു വെച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പെറ്റ്സ് ഇതുപോലെ കുളിക്കുന്നോ കാണുമ്പോൾ, ഈ നനഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അപ്പോൾ കുഞ്ഞാപ്പിന് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾക്ക് സങ്കടം തോന്നിയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. ഇവിടെ ഭയങ്കര മഴയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അഡോപ്ഷൻ്റെ കാര്യം ആരും മറന്നു പോരുത്. ആ ഭാഗത്തുള്ള ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് അടിക്കുന്നതിന് പകരം, അതായത് വേണം എന്ന് കമൻ്റ് അടിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോൻ്റെ അടിയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അവിടെ പോവുക, കണ്ടിഷ്ടപ്പെട്ട് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ നാളെ വെറൈറ്റി ഒരു കാര്യവുമായിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.